ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കൊച്ചിൻ ഡയറി. അപ്പോൾ ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് മോൾക്ക് ഇന്ന് ലഞ്ച് ബോക്സിനും കൊടുത്തു വിട്ടത്. അപ്പോൾ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റുന്ന പെട്ടെന്ന് തയ്യാറാക്കാവുന്ന രീതിയിൽ ഒരു ചപ്പാത്തി, പിന്നെ പെട്ടെന്നൊരു ദാൽ കറി, അതാണ് ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ ചപ്പാത്തി നമുക്ക് കുഴക്കേണ്ട വിധം, ഇവിടെ ഞാൻ 3 കട്ടോരി ആട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് അല്പം ഉപ്പ് ആഡ് ചെയ്യുക, അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്. അതിനുശേഷം ഏകദേശം 1.5 കട്ടോരി, സെയിം അളവിൻ്റെ 1.5 കട്ടോരി വെള്ളം ഉപയോഗിച്ചാണ് ഞാനിത് കുഴച്ചെടുത്തത്. വളരെ ഈസി ആയിട്ട് നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ചപ്പാത്തി വിശദമായിട്ട് കുഴയ്ക്കാൻ തുടങ്ങാം. ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തി കുഴയ്ക്കണമെങ്കിൽ ഇതുപോലെ കുറച്ച് വിസ്താരം കൂടിയൊരു ബേസിനിൽ കുഴയ്ക്കുന്നതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് അത് കുഴച്ചെടുക്കാൻ പറ്റും. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ചെറിയ പാത്രങ്ങളിലിട്ട് കുഴയ്ക്കുന്നതിൽ നല്ല ഇതുപോലെ കുറച്ച് പരന്ന പാത്രത്തിലാകുമ്പോൾ പെട്ടെന്നത് നമുക്ക് നല്ലവണ്ണം തേച്ചത് ഉരുട്ടി നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും ചപ്പാത്തി. അപ്പം അങ്ങനൊരു പാത്രം കിട്ടുവാണെങ്കിൽ അത് സംഘടിപ്പിച്ചിട്ട് വേണം നമുക്ക് ഈ ചപ്പാത്തി മാവ് കുഴയ്ക്കേണ്ടത്. ഇന്നിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പ്ലെയിൻ ആട്ടയാണ്, അതിൽ വേറെ ഒന്നും മിക്സ് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നുപോയി, പെട്ടെന്നുള്ള ധൃതിയിൽ മറന്നുപോയതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുട്ടിയുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ജീരകം വറുത്ത് പൊടിച്ച് വെച്ചാൽ അതിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അയമോദകം കുറച്ച് ചേർത്ത് കൊടുക്കാം. അതും അല്ലെങ്കിൽ കുറച്ച് അല്പം മുളക് പൊടി, ഗരം മസാല ചേർത്ത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ചപ്പാത്തിയാണ് കൊടുത്തു വിടുന്നതെങ്കിൽ, സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നതെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുമ്പോൾ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് അതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ കുട്ടിക്കും കഴിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് കിട്ടും. ഇന്ന് ശരിക്കും ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് തേച്ച് ഉരുട്ടി തേച്ച് പിടിപ്പിക്കുന്നതിലാണ് അതിൻ്റെ ആ ചപ്പാത്തിയുടെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് അത് ഉരുട്ടിന് ശേഷം കുറച്ച് നെയ്യ് ഞാൻ അതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യും. അത് ജസ്റ്റ് വേറെ എണ്ണ ഒന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് അതിൻ്റെ പുറമേ ഒരു കൗട്ടിങ് പോലെ ഒരു നെയ്യ് കുറച്ചൊന്ന് കവർ ചെയ്തിട്ട് അതിനെ ഒരു നല്ല ഒരു പാത്രം കൊണ്ട് മൂടി വയ്ക്കണം. എങ്കിൽ മാത്രമേ അത് കുറച്ചും കൂടെ സോഫ്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പരത്തിയെടുക്കാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 15 മിനിറ്റ്സോളം നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്തു. അതിനുശേഷം ഇനി ഞാൻ ചപ്പാത്തി പരത്തിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ചെറിയ ചപ്പാത്തികളായിട്ടാണ് പരത്തിയെടുക്കുന്നത്, കാരണം അവൾക്ക് വലിയ ചപ്പാത്തി ഇഷ്ടമല്ല, ചെറിയ ചപ്പാത്തിയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലേ, അപ്പോൾ ചെറിയ ചപ്പാത്തിയായിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചപ്പാത്തി പരത്തി കഴിഞ്ഞ് നമ്മൾ ചപ്പാത്തി ചുടാൻ വേണ്ടിയുള്ള കല്ല് വയ്ക്കുകയാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു വലിയ ദോശത്തട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലാണ് ഒറ്റയടിക്കാണ് ഈ 3 എണ്ണവും ഒരുമിച്ച് ചെയ്തെടുക്കുന്നത്. കാരണം സ്കൂളിൽ പോകാനുള്ള ധൃതിയും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് എനിക്ക് വളരെ സൗകര്യപ്രദമായിട്ട് തോന്നി. അപ്പോൾ ഇതാണ് ഇപ്പോൾ റെഗുലറായിട്ട് ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ്. ഈ ദോശത്തട്ട് വയ്ക്കുക, അതിലേക്ക് 4 ചപ്പാത്തി അല്ലെങ്കിൽ 3 ചപ്പാത്തി ഒരേ സമയം ഇടുക, എന്നിട്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് പെട്ടെന്ന് ചുട്ടെടുക്കുക. അപ്പോൾ എനിക്ക് ഒരുപാട് സമയലാഭം അതിൽ നിന്ന് കിട്ടുന്നുമുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സക്സസ് ആയിരിക്കും തോന്നുന്നു. പക്ഷേ അത് നമ്മൾ ഓരോന്നും ശ്രദ്ധിക്കണം, ഏതാണ് ഇട്ടത് ഏതാണ്. കാരണം ഒരു ബർണർ മാത്രമേ ഇവിടെ ഞാൻ കത്തിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഇത് മാറ്റി നമ്മൾ കൊണ്ട് കൊടുക്കുകയാണ്. അതനുസരിച്ചിട്ട് നന്നായിട്ടിത് പഫായിട്ട് വരികയും ചെയ്യും, നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ അതനുസരിച്ചിട്ട് കൈയൊന്നും പൊള്ളിക്കാതെ സൂക്ഷിച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ, കുറച്ച് പ്രാക്ടീസ് വേണം. ഇന്ന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ആശീർവാദിൻ്റെ ആട്ടയാണ്. ആശീർവാദിൻ്റെ ആട്ടയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ച് മൈദ കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ 2-3 വേറെ ആട്ടകൾ പരീക്ഷിച്ചതിൽ നിന്ന് ആശീർവാദമാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ചപ്പാത്തി ആശീർവാദമാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഈ ചപ്പാത്തി അതിൻ്റെ ആ ടെക്നിക്കും പെട്ടെന്ന് ചുടാനുള്ള ടെക്നിക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമുക്കിതിന് അനുയോജ്യമായിട്ടുള്ള ഒരു കറി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ദാൽ കറിയാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
അപ്പോൾ ഇന്ന് ഞാൻ ചപ്പാത്തിയുടെ കൂടെ മസൂർ ദാലിൻ്റെ കറിയാണ് ഉണ്ടാക്കുന്നത്. മസൂർ ദാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ആ ഓറഞ്ച് കളറിലെ ദാലാണ്. അത് 2 കട്ടോരി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കി ചേരുവകളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് പ്ലേറ്റിൽ കാണാം. അതായത് ഒരു മീഡിയം സൈസ് സബോള അരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്, 3-4 പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അത് കൂടാതെ കുറച്ച് അതിൻ്റെ കടുക് വറക്കാനായിട്ട് അതിൻ്റെ സമയത്ത് ഇടാൻ വേണ്ടി കടുകും കുറച്ച് ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട്, അതായത് ക്യാപ്സിക്കം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പം ആദ്യം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി പ്രഷർ കുക്ക് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ പ്രഷർ കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം. അതായത് ഈ മഞ്ഞൾപ്പൊടി, എടുത്തു വെച്ച മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഉപ്പ്, വെള്ളം. അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഈ പരിപ്പ് വേകാനായിട്ട് അധികം സമയം വേണ്ട. മസൂർ ദാൽ പെട്ടെന്ന് വേവുന്ന തരം പരിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം 1-2 വിസിൽ മതിയാവും. അപ്പോഴത്തേക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം. അതിനുശേഷം ചുവട് കട്ടിയുള്ളൊരു പാൻ വെച്ച് കൊടുക്കുക. പാനിൽ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ചു കൊടുക്കുക, ഒരു ടിഷ്യൂ വെച്ച് തുടച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്തു. നെയ്യിലാണിത് കടുക് വറക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കടുകും ജീരകവും ചേർത്ത് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് വഴറ്റി എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ദാൽ കറിക്ക് അങ്ങനെ ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല. ഇത് ദാൽ കറിയായിട്ടാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ദാൽ ഫ്രൈ ആണെങ്കിൽ ഒരൊറ്റ വിസിലിൽ നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കർ പെട്ടെന്ന് തന്നെ തുറന്നെടുക്കുക. അപ്പോൾ പരിപ്പ് അധികം അങ്ങ് വെന്തുടഞ്ഞു പോവില്ല. അതെന്നിട്ട് അധികം വെള്ളം ചേർക്കാതെ എടുക്കുമ്പോഴാണ് ദാൽ ഫ്രൈ ആയിട്ട് മാറുന്നത്. ഇതിപ്പോൾ സബോള വഴറ്റുന്നു. സബോള വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 4 അല്ലി ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം 1 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പഴുത്ത തക്കാളിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള തക്കാളിയാണെന്ന് തോന്നുവാണെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചൊന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. അല്പം വെള്ളം എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് അടച്ചു വെച്ചിട്ട് നോക്കണം ഇടയ്ക്ക് കരിഞ്ഞു പോകാതെ. അപ്പോൾ തക്കാളി വെന്തിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് ബാക്കിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം. ഇപ്പോഴാണ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം. ക്യാപ്സിക്കത്തിന് അധികം വേവില്ല, പെട്ടെന്ന് തന്നെ അത് കുക്കായി വരും. അതുകൊണ്ട് ലാസ്റ്റാണ്, പരിപ്പ് ചേർക്കുന്നതിന് തൊട്ട് മുൻപാണ് ക്യാപ്സിക്കം ആഡ് ചെയ്യേണ്ടത്. അങ്ങനെ ക്യാപ്സിക്കം ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറാൻ വേണ്ടി ഒരു അല്പം വെള്ളം തളിച്ച് നമുക്ക് പാൻ അടച്ചു വെച്ച് കൊടുക്കാം. നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇപ്പോൾ പാൻ തുറക്കാം നമുക്ക്. അപ്പം ക്യാപ്സിക്കമൊക്കെ ഒരുവിധം നന്നായിട്ട് ഒരു ഹാഫ് ബോയിൽഡ് ആയിട്ടുണ്ടാവും. 1-2 മിനിറ്റ് മതി, കൂടുതൽ സമയമൊന്നും വേണ്ട. ഇനിയിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പാണ്. വേറെ പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ലാസ്റ്റ് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. വേറെ പൊടികളൊന്നും ഇടുന്നില്ല. അപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ആഡ് ചെയ്യുവാണ്. ഇത് 2 വിസിലായതുകൊണ്ട് കുറച്ച് വെന്ത് പോയിട്ടുണ്ട്. അപ്പോൾ കറിയായിട്ട് തന്നെ നമുക്ക് എടുക്കാം ഇത്. അപ്പോൾ ഇതിപ്പം നമ്മളൊട്ടും വെള്ളം ചേർക്കാതെ നല്ല തിക്ക് ഫോമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇനി അതിനെ തിക്കാക്കുകയോ അല്ലെങ്കിൽ ലൂസാക്കുകയോ ചെയ്യാം. അപ്പോൾ ലൂസാക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് തിളച്ച വെള്ളം ഓൾറെഡി നമ്മൾ തിളപ്പിച്ച് വെക്കണം. അത് ഇങ്ങോട്ടേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 3 മിനിറ്റ് അതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഈ ദാൽ കറി. എങ്കിലാണ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ഒരുപാട് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ലൂസ് ആവേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഗ്ലാസ് മുതൽ 1/2 ഗ്ലാസ്സിന് താഴെ വരെയുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു 3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി റെഡിയാവും. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മല്ലിയില അതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ ഈ മല്ലിയിലയുടെ ആ ഒരു സ്മെല്ലും ഒരു പരിപ്പിൻ്റെ ബാക്കിയുള്ള എല്ലാത്തിനെയും കൂടെ നല്ലൊരു ആരോമ നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ ദാൽ കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. അപ്പോൾ ഇനി അടുത്തൊരു വിഭവമായിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.